ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഴത്തോരു മുമ്പിൽ രോഹിത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുവോ? അതേ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അലീന വീണ്ടും വീണ്ടും നമ്മുടെ രോഹിത്തിന് കൊണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. 2-3 തവണ തട്ടിത്തെറിപ്പിച്ചത് നമ്മളെല്ലാം കണ്ടു കാണും അല്ലേ? അപ്പൊ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി ഇത് വേണോ? രോഹിത് ഏട്ടനോടൊന്ന് ചോദിച്ചിട്ട് പോരെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ചോദിച്ചാല് എപ്പോഴെങ്കിലും വേണോന്ന് പറയോ? ഫുഡ് എത്ര നാൾ കഴിക്കാതെ അവൻ ഇരിക്കും? ഇപ്രാവശ്യം തട്ടുമായിരിക്കും, കുറെ കഴിഞ്ഞ് അവൻ തന്നെ കഴിച്ചോളും എന്നും പറഞ്ഞിട്ട് നമ്മുടെ അലീന ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടെ ഫുഡും കൊണ്ട് പോകുന്നുണ്ട്. അവിടെ മുറിയിലിട്ട് തട്ടുമ്പോൾ ഡോറ് തുറക്കുന്നേ ഇല്ല കേട്ടോ. രോഹിത് ഇങ്ങനെ തലയിലൊക്കെ പിടിച്ച് മുടിയൊക്കെ പിടിച്ച് വലിച്ച് മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ച പോലെ അവസ്ഥയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പൊ നമ്മുടെ അലീന വിളിക്കുന്നത് കേട്ട് ബാലചന്ദ്രൻ വരുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിളിക്കാം മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ റൂമിന്റെ കഥയിലിട്ട് തട്ടുന്നുണ്ട്. അപ്പോഴും നമ്മുടെ രോഹിത് ആദ്യമൊന്നും തുറക്കുന്നില്ല, പിന്നെ കുറെ കഴിഞ്ഞ് തുറക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അലീന കുറച്ച് കഞ്ഞി കുടിക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ രോഹിത്, നിന്റെ അപ്പനുണ്ടേ കൊടുക്കടി എന്നും പറഞ്ഞു ഒറ്റ തട്ടുവാണ് നമ്മുടെ അലീനയെ കഞ്ഞിയിൽ കുളിപ്പിക്കുന്നുണ്ട് നമ്മുടെ രോഹിത് കേട്ടോ. അങ്ങനെ കുറെ നിമിഷങ്ങളെ അപ്പൊ ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ അടിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അലീന അവിടെ തടയുന്നുണ്ട്. അച്ഛനും കൂടി ഇങ്ങനെ ആവല്ലേ എന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ട്. ഞാൻ ശരിയാക്കി എടുത്തോളാം എന്ന് നമ്മുടെ അലീന ബാലചന്ദ്രന് വാക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം അലീന അവിടെയൊക്കെ ക്ലീൻ ചെയ്തിടുന്നു. പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ ഇതിന്റെ വാശിക്ക് പെട്ടെന്ന് ഒരു മരപ്പണിക്കാരനെ വിളിച്ചിട്ട്, രാത്രി ആട്ടോ, 9 മണി രാത്രി. അപ്പൊ ആ രാത്രി ഒരു മരപ്പണിക്കാരനെ വിളിച്ചിട്ട് രോഹിത്തിന്റെ മുറിയിലത്തെ ആ ഒരു കുറ്റിയും കൊളുത്തൊക്കെ മാറ്റിക്കുവാണ്, ഇതെല്ലാം മാറ്റിക്കൊള്ളണം എന്നും പറഞ്ഞിട്ട് ആ മരപ്പണിക്കാരനെ വിളിച്ചിട്ട് രോഹിത്തിന്റെ മുറിയിൽ കൊണ്ടുപോയ വാതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ രോഹിത് ആകപ്പാടെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കാണിക്കുവാണേ. ലാസ്റ്റ് നമ്മുടെ രോഹിത് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോകുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാണ് ട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡിൽ അത് തന്നെയായിരിക്കും. നമ്മുടെ രോഹിത് ഒന്നല്ലെങ്കിൽ എന്താ പറയാ, തൂങ്ങി മരിക്കാനോ അല്ലെങ്കിൽ ഒരു കത്തിയും കൊണ്ട് ഞരമ്പ് മുറിക്കാനോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആയിരിക്കാം ഇനി വരാൻ പോകുന്നത്. കാത്തിരിക്കട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.